എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 33 അധ്യായം 14 വാക്യം. പുറപ്പാട് 33:14. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വസ്ഥത അല്ലെങ്കിൽ വിശ്രമം നൽകുന്ന ദൈവം. ഈ ലോക ജീവിതത്തിൽ ദിനം പ്രതി സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട്. ആശ്വാസം അല്ലെങ്കിൽ വിശ്രമം എവിടെ കിട്ടും എന്ന് എല്ലാവരും അന്വേഷിക്കുന്നു. സമാധാനമില്ലാതെ ഉഴന്നു നടക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുണ്ട്. ദൈവത്തോട് അടുക്കുന്ന ഏവർക്കും ദൈവം ഒന്നാമതായി വാഗ്ദത്തം ചെയ്യുന്നത് വിശ്രമം അല്ലെങ്കിൽ സ്വസ്ഥത എന്നുള്ളതാണ്. ദൈവം നമുക്ക് നൽകുന്ന വിശ്രമത്തിൻ്റെ വിവിധ വശങ്ങൾ ചിന്തിക്കുമ്പോൾ മോശയോട് പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. വലിയവനായ ദൈവം മോശയോട് അരുളി ചെയ്തത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മോശ ഏറ്റവും വ്യാകുലപ്പെട്ട സന്ദർഭമാണിത്. മിസ്രയീമിലെ 10 ബാധകൾ, തുടർന്ന് ചെങ്കടലിലൂടെയുള്ള യാത്ര, അതും പോരാഞ്ഞ് രാവും പകലും ദൈവിക സംരക്ഷണയിൽ കഠിനമായ മരുഭൂമിയിലൂടെയുള്ള യാത്ര, എല്ലാ ദിവസവും പുതിയ മന്ന, അവർ പോകുന്ന ഇടത്തെല്ലാം അവരുടെ പിന്നാലെ ഒഴുകിയ നദികൾ, അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവരുടെ ദിനംതോറുമുള്ള അനുഭവമായി തീർന്നു. അവരുടെ ദൈവമായ യഹോവ സാധാരണ ദേവന്മാരെ പോലെയല്ല, ഉന്നതനും ഭയങ്കരനും അത്ഭുതവാനുമാണെന്ന് ഗ്രഹിക്കാൻ ഇതിൽ കൂടുതൽ അനുഭവങ്ങൾ ആവശ്യമില്ല. ഈ ജനത്തെ വിട്ടുപിരിഞ്ഞ് മോശ ദൈവസന്നിധിയിൽ പോയ വെറും 40 ദിവസത്തിനുള്ളിൽ ജനം ഈ ദൈവത്തെ മറന്ന് ഒരു കാളക്കുട്ടിയെ ദൈവമായി ആരാധിച്ചു. ഇത് മോശയുടെ നിരാശ വർദ്ധിപ്പിച്ച അല്ലെങ്കിൽ കോപം വർദ്ധിപ്പിച്ച ഒരു സംഭവമാണ്. തൻ്റെ കോപത്തിലും ധർമ്മരോഷത്തിലും കൽപ്പലകകളെയൊക്കെ മോശ എറിഞ്ഞുടച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. ആകെ തകർന്നിരിക്കുന്ന അവസരത്തിലാണ് തൻ്റെ ജനതയ്ക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത ചെയ്യുന്നത്. അപ്പോൾ ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന വാഗ്ദത്തമാണ്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും എന്നുള്ളത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, മോശയെ, നീ ഇന്ന് ആകെ തകർന്നും സ്വസ്ഥത നഷ്ടപ്പെട്ടവനായും ഇരിക്കുന്നു. എന്നാൽ പൂർണ്ണ വിശ്രമം കണ്ടെത്താൻ ഒരു സ്ഥാനമേ ഉള്ളൂ. അത് അവിടുത്തെ പാദപീഠമാണ്. അവിടുത്തെ സാന്നിധ്യത്തിൽ അധൈര്യപ്പെടുത്തുന്നതും കുറ്റപ്പെടുത്തുന്നതും ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായ യാതൊരു ചിന്തയ്ക്കും സ്ഥാനമില്ല. ഈ അസ്വസ്ഥതകൾ മനസ്സിൽ വിതയ്ക്കുന്നത് സാത്താന്യ ചിന്തയാണ്. അവിടുത്തെ സാന്നിധ്യം എന്നും നിന്റെ കൂടെ ഇരിക്കാനായി നീ ആഗ്രഹിക്കുക. നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുക, അവിടുന്ന് നിനക്ക് വിശ്രമം തരും. മറ്റൊന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതല്ല വിശ്രമം. സങ്കീർത്തനം 55 ദാവീദിൻ്റെ ചിന്ത ഇങ്ങനെയാണ്: പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരിക്കലും ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. ഈ ഭൂമിയിൽ ദുഷ്ടനായ സാത്താൻ ഭരിക്കുകയും വാഴുകയും ചെയ്യുന്ന മൺമയമായ ശരീരത്തിൽ നാം വസിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും പോലെ സകല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ഈ ലോകത്തിൽ ആർക്ക്, വിശേഷിച്ച് ദൈവമക്കൾക്ക്, പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും എന്നതൊരു വലിയ ചോദ്യമാണ്. അവയിൽ നിന്ന് ഒളിച്ചോടിപ്പോകാൻ ദൈവം നമ്മെക്കുറിച്ച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ ആശ്രയിച്ച്
ആ ബലത്താൽ മതിൽ ചാടിക്കടക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സകല പ്രശ്നങ്ങളെക്കാളും വലിയവനാണ് ദൈവം. ദൈവത്തിങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ ദൃഷ്ടി ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൽ അങ്ങനെയാണ് വായിക്കുക. നമ്മുടെ പർവ്വതസമമായ പ്രശ്നങ്ങൾ തകരുന്നത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് എന്ന് സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അവിടുന്ന് നമ്മുടെ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കും, നമുക്ക് വിശ്രമം തരും. സങ്കീർത്തനത്തിൽ പ്രശ്നങ്ങളുടെ ആധിക്യത്തിൽ പറന്നുപോയി രക്ഷപ്പെടണമെന്ന് ദാവീദ് ആഗ്രഹിച്ചെങ്കിലും തുടർന്ന് വായിക്കുമ്പോൾ അവൻ തന്നെ ഉത്തരം കണ്ടെത്തി. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. 55-ാം സങ്കീർത്തനത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നു. 22-ാം വാക്യത്തിൽ അതിൻ്റെ പരമാർത്ഥം കണ്ടെത്തി ദാവീദ് പ്രഖ്യാപിക്കുന്നു, തൻ്റെ ഭാരം യഹോവയുടെ മേൽ വെക്കുക, അപ്പോൾ അവിടുന്ന് തന്നെ പുലർത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രമർപ്പിച്ച് ദൈവത്തിൽ വിശ്രമം കണ്ടെത്തണം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ഓട്ടം ഓടിത്തീർക്കണമെങ്കിൽ കാലിന് നല്ല ആരോഗ്യവും ബലവും വേണം. കാലിന് പതിയിരിക്കുന്ന അപകടമാണ് വീഴ്ച. വീണ് കാലിന് പരിക്ക് പറ്റിയാൽ നമ്മുടെ ചലനശേഷിയെ അത് ബാധിക്കും. വീഴാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കണ്ണുനീരിൻ്റെ അനുഭവമാണ് ജീവിതത്തിലുള്ളതെങ്കിൽ സന്തോഷത്തോടെ ജീവിതയാത്ര തുടരാനാവില്ല. തോരാത്ത കണ്ണുനീർ നമ്മുടെ കാഴ്ചപ്പാടിനെ വികലമാക്കും. അകാലത്തിലുള്ള ചില വേർപാടുകൾ പ്രയത്നങ്ങളെയും പദ്ധതികളെയും സ്വപ്നങ്ങളെയും ഒക്കെ തകിടം മറിക്കും. എന്നാൽ തകർന്നു പോകാൻ നിമിഷങ്ങൾ മതി. ഈ സ്നേഹവാനായ ദൈവം നമ്മെ ആഴമായി സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടു നമ്മിലേക്ക് ചെവി ചായ്ച്ചു. അവിടുന്ന് നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചു, ബന്ധനങ്ങളെ അഴിച്ചു. ഈ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് സ്തോത്രം അർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥ വിശ്രമം എന്തെന്ന് അറിയുന്നത്. അതുകൊണ്ട് കർത്താവ് നൽകുന്ന സ്വസ്ഥത ഏറ്റെടുത്താൽ ജീവിതത്തിൽ കാർമേഘതുല്യമായ അനുഭവങ്ങളുടെ മധ്യത്തിലും പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ നേരിയ ചലനങ്ങളും പ്രകാശവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സ്വസ്ഥത നൽകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ആകുലതകളിൽ, ഭാരങ്ങളിൽ, കടബാധ്യതകളിൽ, മറ്റ് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന എല്ലാ ഘടനകളിൽ നിന്നും ദൈവം നമുക്ക് സ്വസ്ഥത നൽകുന്ന ദൈവമാണ്, വിശ്രമം നൽകുന്ന കർത്താവ്. ആ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും പങ്കുവയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൻ്റെ ഭാരങ്ങളാൽ, ആകുലതകളാൽ ഞങ്ങൾ വളരെ വിഷമിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വസ്ഥത നൽകി സമാധാനത്തിൻ്റെ അന്തരീക്ഷം നൽകുന്ന ദൈവം കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങൾ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ മധ്യത്തിൽ പോലും
സ്വസ്ഥത അനുഭവിപ്പാൻ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ മാത്രം ശരണപ്പെടുന്നു, ആശ്രയിക്കുന്നു. കൈവിടാതെ കാത്തുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും സ്വസ്ഥതയുടെയും പുതിയൊരു വർഷം അവിടുന്ന് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.